സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. പ്രിയപ്പെട്ട ആദരണീയനായ സുൽത്താൻ ഉലമയുടെ കേരള യാത്ര, ഞാൻ ഈ അരീക്കോടിൻ്റെ ഒരു ജനപ്രതിനിധിയാണ്. ഇനിയൊരു മൈതാൻ ഈ അരീക്കോടിന് നിങ്ങൾക്ക് വേണ്ടി നൽകാനില്ല. ഈ മൈതാൻ ഇതാ നിറഞ്ഞ സാഗരമായി ഇനി ഇങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും. എന്തൊരത്ഭുതമാണിത്! എവിടെയാണ് ഇങ്ങനെ ഒരു സംഘത്തെ എങ്ങനെയാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്? നന്മയുടെ പാതയിലേക്ക് ഈ ഒരു വലിയ സംഘശക്തിയെ നയിച്ച് നേതൃത്വം കൊടുത്തത്. ഞാൻ ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ പോയിരുന്നു. ആ മനുഷ്യനെ കണ്ടു, ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഐക്യത്തിൻ്റെതായിരുന്നു. അത് വാക്കുകളിലൂടെ തന്നെ പ്രകടിപ്പിച്ചു. ആ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ രോഗബാധിതനായി ആശുപത്രിയിലേക്ക് കിടക്കയിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ നായകൻ, മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓടിയെത്തി ആ ആശുപത്രി കിടക്കയിലേക്ക്. അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഉമ്മത്തിനോട് പറഞ്ഞു, എല്ലാ പള്ളികളിലും നിങ്ങൾ പ്രാർത്ഥിക്കണേ, സുൽത്താൻ ഉലമയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു നൽകാൻ പ്രാർത്ഥിക്കണം. അത് എല്ലാവരും പിടയുന്ന ഹൃദയത്തോടെ, നിറയുന്ന കണ്ണുകളോടെ പ്രാർത്ഥിച്ചു. അള്ളാഹു തിരിച്ചു നൽകിയത് ഈ സമൂഹത്തിനാണ്. അതാണ് നിമിഷപ്രയിലൂടെ നമ്മൾ കണ്ടത്. ഈ നന്മയുടെ പാതയിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്രപരമായി നടക്കാത്തത് ആ വാക്കിന്റെ ഊക്കുകൊണ്ട് നടന്നത് ലോകം സാക്ഷിയാണ്. ഇനിയും ഇപ്പോ ഞാൻ അന്ന് സുൽത്താൻ ഉലമയോട് പറഞ്ഞു, അങ്ങ് ഒരു വിഭാഗത്തിന് മാത്രമല്ല ഈ ഉമ്മത്തിന് മൊത്തം ഇന്ന് ഞങ്ങൾക്ക് നായകനാണ്, ഞങ്ങളുടേതെല്ലാവരുടേതും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനിടെ ഒരു ബുക്ക് വായിച്ചു. അതുപോലെ തന്നെയാണ് ഒരാത്മകഥ, മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ആത്മകഥ. പ്രതിബന്ധങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത കഥ. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ ഒരു ജില്ലയെ ഉയർത്തിക്കാണിച്ചു തന്ന കഥ. അതിൻ്റെ നായകനാണ് മഹാനായ ഖലീൽ ബുഖാരി തങ്ങൾ. അദ്ദേഹം ഇതൊക്കെ എങ്ങനെയാണ്? ഇവർക്കൊരു ഇലാഹിയായ കഴിവുണ്ട്.